ഹേയ് ഹലോ, ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള ഈ കാർട്ടൂണിൻ്റെ അടിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. അതിന് വേണ്ടി ഫസ്റ്റ് ഞാൻ ട്യൂൺ ആപ്ലിക്കേഷനാണ് ഞാൻ ഓപ്പൺ ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് കേട്ടോ. അത് ഓപ്പൺ ചെയ്തിട്ട് അടിയിലേക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ നെറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് കുറച്ച് ലേറ്റ് ആകുന്നുണ്ട്. താഴത്തോട്ട് പോയിട്ട് നമ്മൾ ഈ ഒരു ഫീച്ചർ എടുക്കുക, ന്യൂ പ്രൊഫൈൽ പിക്ക്. എന്നിട്ട് നമുക്ക് വേണ്ട ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്യുന്നത് എൻ്റെ ഈ ഒരു ഫോട്ടോ ആണ് ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതെടുത്തിട്ട് നമുക്ക് വേണ്ട രീതി അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ക്രിയേറ്റ് കാർട്ടൂൺ കൊടുത്തു കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫോട്ടോ കാർട്ടൂണിലോട്ട് ചേഞ്ച് ആവും. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ നമ്മുടെ ഫോട്ടോ ഓട്ടോമാറ്റിക്കലി കാർട്ടൂണിലോട്ട് ചേഞ്ച് ആവും. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് വന്നാൽ ക്ലോസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോട്ടോ കാർട്ടൂണിലോട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേണ്ട ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ഇവിടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഇടുന്നത്. എന്നിട്ട് നമുക്ക് ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലോട്ട് ഓൾറെഡി സേവ് ആവും. ഇനി നമുക്ക് ഈ ആപ്പിന് ബാക്ക് അടിച്ചിട്ട് ഇൻഷോട്ടിലോട്ട് പോവാം. ഇൻഷോട്ടിൽ പോയിട്ട് ഫോട്ടോയിൽ പോയി ന്യൂ അടിച്ച് ബ്ലാങ്ക് കൊടുക്കുക. എന്നിട്ട് ക്യാൻവാസിൽ പോയിട്ട് നമുക്ക് വേണ്ട റേഷ്യോ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പം 9:16 കൊടുക്കുന്നത്. എന്നിട്ട് സ്റ്റിക്കേഴ്സിൽ പോയിട്ട് നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോ ഏതാണോ ആ ഫോട്ടോ നമുക്ക് സ്റ്റിക്കറാക്കിയിട്ട് എടുക്കുക. ഇപ്പം ഞാൻ എല്ലാം കൂടെ കാണിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ടൈം ആവും. അതുകൊണ്ടിട്ട് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞ് കാണിച്ചും തരാം. ഞാൻ പറയണ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കി മനസ്സിലാക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ എന്തായാലും ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. എന്നിട്ട് നമുക്ക് ഫോട്ടോസ് ഇതുപോലെ നമുക്ക് വേണ്ട രീതിയിൽ, അതൊക്കെ നമ്മുടെ ഐഡിയ അനുസരിച്ചിരിക്കും കേട്ടോ, വേണ്ട രീതിയിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിനെ പ്ലീസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ കഴിഞ്ഞതിൽ ഗീവ് എവേയിൽ വിന്നറായിട്ടുള്ള ആമിനാക്ക് കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ ഇതേപോലത്തെ ഗീവ് എവേയും കാര്യങ്ങളൊക്കെ ഇനിയും നമ്മുടെ ചാനലിൽ നടക്കുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്തായാലും നിങ്ങൾ നമ്മുടെ ബെല്ലൈക്കൺ എന്ന് വെച്ചാൽ സബ്സ്ക്രൈബിൻ്റെ ഇപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഓളെന്ന് എനേബിൾ ചെയ്തിടുക കേട്ടോ. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അപ്പോൾ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഫോട്ടോസൊക്കെ പതുക്കെ എഡിറ്റ് ചെയ്ത് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇത് സ്പീഡാക്കാത്തതിന് കാരണം നിങ്ങൾക്കൊന്നും മനസ്സിലാവാൻ വേണ്ടിയിട്ട് സ്പീഡാക്കി പോകാത്തത് കേട്ടോ. ഓക്കെ, അപ്പോൾ എഡിറ്റിങ്ങൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റൊക്കെ ടൈപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ മുകളിലൊക്കെ നമ്മുടെ ഒരു ഇതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഒരു ഹെർട്ട് ഷേപ്പ് മാത്രം ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നമ്മൾ സേവ് ചെയ്തിട്ട് ഗാലറിയിൽ പോയി നോക്കിയാൽ ഓൾറെഡി സേവ് ആവും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്ന എല്ലാവർക്കും പോയി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കും.